എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹനിർഭരമായ ക്രിസ്തീയ വന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിലെ 9ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. ആ വാക്യത്തിൽ നിന്നാണ് നമ്മൾ ഈ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ അന്ത്യകാല യുദ്ധങ്ങളെക്കുറിച്ച് ഉള്ള മെസ്സേജുകൾ ചെയ്യുവാനിടയായത്. ഞാൻ ആ ഭാഗത്ത് പറഞ്ഞിരുന്നു, ആ ഭാഗത്തിന് 3 തലങ്ങളാണുള്ളത്. ഒന്ന് ഉയർത്തുന്നു, ഒന്ന് ശബ്ദമുയർത്തുന്നു, ഒന്ന് തിരമാലകളെ ഉയർത്തുന്നു. അതിൽ അവസാനത്തെ ഭാഗമായ തിരമാലകളെ ഉയർത്തുന്നു എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് നമ്മൾ ഈ യുദ്ധങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ വരുന്നത്. എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പറയുന്നത് പോലെ അന്ത്യകാലമെന്ന് പറയുന്നു, അല്ലെങ്കിൽ അന്നാളിൽ നിന്നുള്ള പദം വരുന്നു. ഈ അന്നാളിൽ നിന്നുള്ള പദം വരുന്ന ഈ ഒരു ഭാഗത്താണ് ഈ പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നത് എന്നുള്ള ആ 3ാം ഭാഗം വരുന്നത്. ഇതിന് 2 തലങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാണ് നമ്മൾ പറഞ്ഞതുപോലെ, നമ്മൾ ചിന്തിച്ചതുപോലെ, ഈ സബ്ജക്റ്റിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആ ഭാഗത്തേക്ക് പോകാം. അത് ഇതിന് മുൻപിൽ നടന്ന 2 ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിൽ അവസാനത്തെ കാലമാണ് പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു എന്നുള്ള കാര്യം. അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് നമ്മൾ ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൽ 10 ജാതീയ കൂട്ടുകെട്ട് വരുമെന്നും അതിൻ്റെ തിരുവചന പ്രവചന ഭാഗമാകുന്ന സങ്കീർത്തന 83 നിന്നും നമ്മൾ 10 ജാതീയ കൂട്ടുകെട്ടുകളെക്കുറിച്ച് പഠിക്കുകയും അവരെല്ലാവരും കൂടി ഇസ്രയേൽ ലോകത്തിലൊരു ശക്തി അല്ലാതെ വണ്ണം അവരെ ഒടുക്കിക്കളവാനുള്ള പദ്ധതി ഇട്ടതായിട്ടും ആ പദ്ധതികൾ 1948 മുതൽ പല പ്രാവശ്യം അവരതിനു വേണ്ടി ഒരുങ്ങി പബ്ലിക്കലി അവർ 2-3 പ്രാവശ്യം ലോകത്തോട് പ്രഖ്യാപിച്ചു, നാളെ അല്ലെങ്കിൽ 24 മണിക്കൂറിനകം ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഈ ഭൂമുഖത്തുണ്ടാകത്തില്ല. 1967 6 ഡേയ്സ് വാറിനെ കുറിച്ച് നമ്മൾ 5ാം എപ്പിസോഡിൽ ചിന്തിച്ചിരുന്നു. ഈജിപ്ഷ്യൻ പ്രസിഡന്റായ അബ്ദുൾ നാസർ ഇസ്രയേൽ 24 മണിക്കൂറകം ഭൂമുഖത്തുണ്ടാകില്ല എന്ന് പറഞ്ഞതും ഏതാണ്ട് 5 ദിവസം കഴിഞ്ഞപ്പോൾ കരമുയർത്തിയതും 6 ദിവസം കൊണ്ട് യുദ്ധം അവസാനിച്ചതും നമ്മൾ ചിന്തിച്ച ഭാഗങ്ങളാണ്. അതിനുശേഷമാണിപ്പോൾ 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഇറാനെ ഇളക്കിവിട്ട ഇറാൻ്റെ പ്രോക്സികളായ ഹമാസ്, ഹിസ്ബുള്ള, അതുപോലെ ഹൂതികൾ, അതുകൂടാതെ ലെബനാൻ, സിറിയ, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇസ്രയേലിനെ ഒരുമിച്ച് ആക്രമിച്ച് വേണ്ടി വന്നാൽ അവസാന സമയത്തേക്ക് ന്യൂക്ലിയർ ബോംബ് റെഡിയാക്കി ആ ന്യൂക്ലിയർ ബോംബ് കൊണ്ട് ഇസ്രയേൽ രാജ്യത്തിൻ്റെ മുകളിലിടാമെന്നൊരു പ്ലാൻ ഇവരിട്ടത്. സത്യത്തിൽ മൊസാദ് ഇത് കണ്ടുപിടിക്കേണ്ടതാണ്. എന്നാൽ മൊസാദിന് അത്രയും അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണല്ലോ ഹമാസ് അവരുടെ രാജ്യത്തേക്ക് കയറി ഏതാണ്ട് 1200 മേളിൽ 1200-1500 ആൾക്കാരെ വധിക്കുകയും അപ്പോൾ 251 പേരെ ബന്ദികളാക്കിയും കൊണ്ടുപോയത്. അത് ലോകം മുഴുവൻ പറഞ്ഞതാണ് മൊസാദിൻ്റെ ഒരു പരാജയമായി പോയെന്നുള്ളത്. പക്ഷേ ഇസ്രയേൽ ഉണർന്നെഴുന്നേറ്റു. 6 ഡേയ്സ് വാറിൽ രാത്രിയിൽ അവർ മുട്ടുകുത്തി ഏലോഹുവിനോട് പ്രാർത്ഥിച്ചതുപോലെ ബെഞ്ചമിൻ നെതന്യാഹുവും ക്യാബിനറ്റും കൂടി തീരുമാനമെടുക്കുന്നു, ഇനി ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റുകയില്ല. അങ്ങനെ അവർ ഓപ്പറേഷൻ തുടങ്ങിയപ്പോഴാണ് ഒരു ഭാഗത്തു നിന്ന് ലെബനാനിൽ നിന്ന് ആക്രമണം വരുന്നു, സിറിയയിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ആക്രമണം വരുന്നു. അങ്ങനെ ഇസ്രയേലിനെ തകർത്ത് കളവാൻ ഉള്ള പദ്ധതിയുമായിട്ട് ഇറാൻ്റെ നേതൃത്വത്തിൽ ആൾക്കാർ മുൻപോട്ട് വന്നു. അങ്ങനെ ഈ യുദ്ധം ഇപ്പോൾ ഒരു ചെറിയ ഇടയ്ക്കൊരു ബ്രേക്കിൽ നിൽക്കുകയാണ്. എങ്കിൽ പോലും ലോകം മുൾമുനയിലാണ്. ഹോർമോസ് ബ്ലോക്കേഡായിട്ട് കിടക്കുന്നു. അനേക രാജ്യങ്ങൾക്ക് ഓയിൽ വിൽക്കാൻ പറ്റുന്നില്ല, ഓയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇറാനാണെങ്കിൽ പെർ ഡേ നിയർ അബൌട്ട് 500 മില്യൺ US$ നഷ്ടമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇവരൊക്കെ പറയുന്നു. അങ്ങനെ വലിയൊരു ഭീമമായ പ്രശ്നത്തിലേക്ക് പോകുന്നു. ലോകം പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഇന്ത്യയിൽ പോലും പെട്രോളിൻ്റെ 2-3 പ്രാവശ്യം പെട്രോളിൻ്റെ വില ഉയർത്തിക്കഴിഞ്ഞു. ഓസ്ട്രേലിയയിന് മുമ്പേ ഉയർത്തിയിരുന്നു. അനേക രാജ്യങ്ങളിന് മുൻപേ വില ഉയർത്തി. അതനുസരിച്ച് ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെയും വിലകൾ ഉയരുന്നുണ്ട്. അങ്ങനെ ജനം ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുന്നു. ഈ യുദ്ധം ഇപ്പോൾ അവസാനിക്കുമോ എന്നുള്ള ഭാഗം, എന്താണ് ഇതിൻ്റെ പരിണിത ഫലങ്ങളെന്നുള്ളത് കഴിഞ്ഞ 8ാമത്തെ എപ്പിസോഡിൽ കൂടി ഞാൻ വിവരിച്ചിരുന്നു. ഇറാൻ പരിച്ഛേദം തകർന്നു പോകുമോ, ന്യൂക്ലിയർ ബോംബ് ഇടുമോ എന്നൊക്കെയുള്ള ഭാഗങ്ങൾ ചിന്തിച്ചു.
ഇറാൻ പരിച്ഛേദം തകരത്തില്ലെന്നും, കാരണം മൂന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യയോടുകൂടി കടന്നു വരുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇറാൻ മുൻപന്തിയിൽ ഉണ്ടാകുമെന്നുള്ളത് അതിൻ്റെ ഒന്നാമത്തെ രാജ്യമായ ഗോഗ് മാഗോഗ് അല്ലെങ്കിൽ റഷ്യയുടെ നേതൃത്വത്തിൽ കടന്നു വരുന്ന ഈ രാജ്യങ്ങളുടെ പട്ടികയിൽ ഈ ഇറാൻ ഉണ്ടാകുമെന്നുള്ളത് എസെക്കിയേൽ 38 5-6 വാക്യങ്ങളിലുണ്ട്. അവരോടുകൂടി ഒട്ടൊഴിയാതെ പരിചയും തലക്കോരിയും ധരിച്ച പാർസികളാണ് ഒന്നാമത്തെ ആ ലിസ്റ്റിൽ വരുന്നത്. ഇതിനു മുൻപുള്ളത് ഗോഗ്, രോഷക്ക്, മേശക്ക്, തൂബാൽ എന്നിവരുടെ പ്രഭുവായ മാഗോഗ് ദേശത്തിലെ ഗോഗിൻ്റെ നേരെ. അപ്പോൾ ഗോഗ് എന്ന് പറയുന്ന റഷ്യയുടെ കൂടെ റഷ്യ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നു. അങ്ങനെ ഇസ്രയേലിനെ അവസാനത്തെ മുടിക്കാനായിട്ട് മൂന്നാം ലോകമഹായുദ്ധത്തിന് വരുന്നു. അതിൽ പാർസികൾ ഉണ്ടാകും, പേർഷ്യ ഒരു ശക്തിയായിരിക്കും, അല്ലെങ്കിൽ ഇറാൻ ഒരു ശക്തിയായിരിക്കും എന്നുള്ളത് വചനത്തിലുള്ളത് കൊണ്ട് ഇറാൻ ഒരിക്കലും ഒരു ന്യൂക്ലിയർ ബോംബിട്ട് മുഴുവൻ ആൾ നശിക്കുകയോ പരിച്ഛേദം അവരുടെ ശക്തി കുറയുകയോ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും എന്താണ് അടുത്തത് നടക്കാനുള്ളത്? അടുത്തത് ഈ യുദ്ധം ഇങ്ങനെ അവസാനിച്ച് ഇസ്രയേലും അമേരിക്കയും ഇറാനും കൂടി ഒരു പീസ് ട്രീറ്റിയിലേക്ക് പോകാനാണ് സാധ്യത. അൺറിച്ച്ഡ് യുറേനിയം കൈമാറണം, അതുപോലെ തന്നെ ലോങ് റേഞ്ച് മിസൈൽസ് പാടില്ല, ഹോർമോസ് തുറക്കണം, ഇങ്ങനെയുള്ള ചില എഗ്രിമെൻറ്റുകളിൽ കൂടി അതേതാണ്ട് അതിൻ്റെ അവസാനത്തെ ഡീലിലേക്ക് എത്തുകയാണ്, ചർച്ചകൾ നടക്കുകയാണെന്നും നമ്മൾ ചിന്തിച്ചു. ഇറാനെ സംബന്ധിച്ച് ഒരിക്കലും അവരുടെ ജനത്തോട് പറയാൻ പറ്റത്തില്ല ഞങ്ങൾ അമേരിക്കയുമായിട്ടൊരു എഗ്രിമെൻറ്റിന് പോകുന്നെന്ന്. കാരണം അവരിതുവരെയും അവരുടെ പാർലമെൻറ്റിലും അവരുടെ മദ്രസകളിലുമൊക്കെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ തൊട്ട് പഠിപ്പിക്കുന്നത് ഇസ്രയേലും അമേരിക്കയും നമ്മുടെ ശത്രുക്കളാണ്, അവരെ ബോംബ് വെച്ച് തകർത്ത് കളയണം, അവരുടെ മേളിൽ അവരെ നമ്മൾ ജയിക്കണം, അവരെ കൊല്ലണം എന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പഠിപ്പിച്ചു വന്ന ഈ യുവജനങ്ങളെല്ലാം IRTCയിലും മറ്റുമായി ഇസ്രയേലിനെ കൊല്ലാൻ വേണ്ടിയും അല്ലെങ്കിൽ അമേരിക്ക ഇല്ലാതാക്കാൻ വേണ്ടിയും ചെയ്യാമെന്ന പദ്ധതികൾക്ക് വേണ്ടിയൊക്കെ പ്ലാനിട്ട് അവരോരോ ബോംബുകളായിട്ട് കുഞ്ഞുങ്ങളൊക്കെ മാറുമ്പം ഇപ്പോൾ ഇവർക്ക് പബ്ലിക്കലി പറയാൻ പറ്റത്തില്ല ഞങ്ങൾ അകത്തൂടെ അമേരിക്കയുമായിട്ടൊരു എഗ്രിമെൻറ്റിന് പോവുകയാണെന്ന്. അതാണ് ഇറാനെ ഭരിക്കുന്ന ഒരു വലിയ പ്രശ്നം. അതുകൊണ്ടാണ് അവരൊരിക്കലും അംഗീകരിക്കാത്തത് പബ്ലിക്കലി ഞങ്ങൾ അമേരിക്കയുമായിട്ട് ഡീൽ ചർച്ച നടക്കുകയാണെന്ന്. എന്നാൽ മധ്യസ്ഥരിൽ കൂടി ഒമാന്, ഖത്തർ, പാകിസ്ഥാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ കൂടി, തുർക്കി, ഇവരെല്ലാം കൂടി ഒരു എഗ്രിമെൻറ്റിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം ഈ പാകിസ്ഥാന്, തുർക്കിയെ, ഖത്തർ ഈ രാജ്യങ്ങളുടെ എല്ലാം ഉള്ളിലിരിക്കുന്നത് ഇറാൻ ഞങ്ങളുടെ മുൻപിൽ വേണം, ഇന്നല്ലെങ്കിൽ നാളെ ഇസ്രയേലിനെ ഞങ്ങൾക്കില്ലാതാക്കണം. ഇപ്പോഴും അവരുടെ മനസ്സിൽ നിന്നും ആ വിഷം മാറിയിട്ടില്ല, ആ ഭീകരത മാറിയിട്ടില്ലെന്നതിൻ്റെ അർത്ഥം. ഇവരുടെ ഉള്ളിൽ നിൽക്കുന്നത് ഇറാൻ തകർന്നു പോയാൽ ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ് അവർ ഇറാനെ പൂർണ്ണ രീതിയിൽ തകർക്കാൻ സമ്മതിക്കാതെ ഒരു പീസ് എഗ്രിമെൻറ്റിലേക്ക് നമുക്ക് പോകാമെന്ന് അമേരിക്കയോട് അവരെ ചർച്ച ചെയ്തുകൊണ്ടും പ്രസ് ചെയ്തുകൊണ്ടും ഇരിക്കുന്നത്. ഇനി നടക്കാൻ പോകുന്നത് എന്താണ്? പ്രധാനമായിട്ട് നടക്കേണ്ടത് 93-ാം സങ്കീർത്തനത്തിലെ പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു എന്നുള്ള പറയുന്ന ഭാഗത്തിൻ്റെ 3-ാം ഘട്ടത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ആ 3-ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇത് അന്ത്യകാല സമയമായിരിക്കുന്നു. ബൈബിൾ പ്രകാരം നടക്കാനുള്ളത് ഇനിയും കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്ത് വരും. മേഘങ്ങളിൽ മധ്യാകാശത്തിൽ വരുമ്പോൾ തൻ്റെ സഭയാകുന്ന നിർമ്മല കന്യയാകുന്ന മണവാട്ടി സഭ ഇവിടുന്ന് എടുക്കപ്പെടുകയും മണവാട്ടി സഭ മധ്യാകാശത്ത് കൂടുകയും ചെയ്യുമ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ നടക്കണം പ്രധാനമായിട്ടും. ഇവിടെ ഒരു കാര്യം ചിന്തിച്ചോണം. ഇസ്രയേലിൻ്റെ പെരുന്നാളുകളിൽ 3 പെരുന്നാളുകൾ ഒന്നോടൊന്ന് ചേർന്നാണ് ആദ്യം പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യം നടക്കുന്നത്. അതിലൊന്നാണ് പെസഹ പെരുന്നാൾ. ആ പെസഹ പെരുന്നാൾ അങ്ങോട്ട് തുടങ്ങി പെസഹ കുഞ്ഞാടിനെ അറുത്ത് കഴിഞ്ഞ് ഉടൻ തന്നെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ തുടങ്ങിയാണ്. ആ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളോട് കൂടി തന്നെയാണ് ആദ്യഫല പെരുന്നാളും വരുന്നത്. ഇത് നിഴലാണെങ്കിൽ അതിൻ്റെ പൊരുളായിരുന്നു കൊരിന്ത്യലേഖനത്തിൽ പറയുന്ന നമ്മുടെ പെസഹ കുഞ്ഞാട് മറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അപ്പോൾ ക്രിസ്തുവാകുന്ന യേശു ക്രിസ്തു യെരുശലേമിലെ ഗോൽഗാത്തായിൽ എങ്ങനെ പഴയ നിയമത്തിൽ ഒരു പാപയാഗ മൃഗത്തെ സമാഗമന കൂടാരത്തിൻ്റെ വടക്കുഭാഗത്ത് അറുക്കുമോ, അതുപോലെ യേശു ക്രിസ്തുവിനെ യെരുശലേം പട്ടണത്തിൻ്റെ
വടക്കു ഭാഗത്തെ ഗോൽഗോത്തയിലേക്ക് കൊണ്ടുപോയി അവിടെ ക്രൂശിക്കുകയാണ്. അങ്ങനെ പെസഹ കുഞ്ഞാടാകുന്ന യേശുക്രിസ്തു അറുക്കപ്പെട്ടു, അല്ലെങ്കിൽ ക്രൂശീകരിച്ചു. മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ബലിയായി. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ പഴയ നിയമ വിശുദ്ധന്മാർ മുഴുവൻ നടത്തിയ മൃഗബലിയുടെ പൊരുൾ നടന്ന് അതിൻ്റെ അർത്ഥ പൂർത്തീകരണത്തിലേക്ക് യേശുക്രിസ്തു എത്തി. അതോടുകൂടി ആ യേശുക്രിസ്തുവിൻ്റെ ബലിയിൽ വിശ്വസിക്കുന്ന പുതിയ നിയമത്തിലെ വിശ്വാസികൾ, അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന വിശുദ്ധ മറിയമ്പി ഉൾപ്പെടെ, വിശുദ്ധ യേശുവിൻ്റെ അമ്മയായ മറിയ ഉൾപ്പെടെ 120 പേരുള്ള സംഘമാണ് പെന്തക്കോസ്ത് നാളിൽ മർക്കോസിൻ്റെ മാളിക മുറിയിൽ കൂടിയിരുന്നപ്പോൾ അവരുടെ മധ്യത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് വന്നത്. ആ 120 പേര് പുളിപ്പില്ലാത്തവരായിത്തീർന്നു, ദുരുപദേശമില്ലാത്തവരായിത്തീർന്നു, പാപമില്ലാത്തവരായിത്തീർന്നു, കളങ്കമില്ലാത്തവരായിത്തീർന്നു. അപ്പോൾ എങ്ങനെ പെസഹ പെരുന്നാളിനോട് ചേർന്ന് പുളിപ്പില്ലാത്തതിൻ്റെ പെരുന്നാൾ വന്നോ, അതുപോലെ പെസഹ കുഞ്ഞാടാകുന്ന യേശുക്രിസ്തു AD 30 അടുത്ത കാലഘട്ടത്തിൽ ക്രൂശിക്കപ്പെടുമ്പോൾ യേശുവിൽ വിശ്വസിച്ച് കടന്നു വന്ന ആദ്യത്തെ 120 പേര് സംഘം പുളിപ്പില്ലാത്തവരായി തീർന്നു. പുളിപ്പില്ലാത്തവരായി തീർന്നതുപോലെ ആദ്യഫലങ്ങളുമായി തീർന്നു. എങ്ങനെ ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ അതോട് ചേർന്ന് വന്നോ, അതുപോലെ ആ പെന്തക്കോസ്ത് നാളിൽ കൂടിയവർ യേശുക്രിസ്തുവിനോട് ചേർന്ന് മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിൽ ആ ഓരോ കല്ലുകളാകുന്ന വിശ്വാസികളെ പണിത് സഭ ഇവിടെ പണിയപ്പെടുകയാണ്. യേശുക്രിസ്തുവിൻ്റെ വരവെങ്കിലും പ്രധാനമായി 2-3 കാര്യങ്ങൾ നടക്കണം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ചില യൂട്യൂബ് ചാനലുകാർ അല്ലെങ്കിൽ യൂട്യൂബ് പാസ്റ്റർമാരൊക്കെ യൂട്യൂബിൽ കൂടെ പറയും, ഞാൻ കേട്ടിട്ടുണ്ട്, സഭ മഹോദ്രവത്തിൽ കൂടി കടന്നു പോകുമെന്ന്. സഭ മഹോദ്രവത്തിൽ കൂടി കടക്കത്തില്ലെന്നുള്ളത് കൃത്യമായും ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എപ്പോഴാണിവിടെ ആൻറ്റി ക്രൈസ്റ്റ് വരുന്നത്? ആൻറ്റി ക്രൈസ്റ്റ് വന്നിട്ടല്ലേ ഇവിടെ മഹോപദ്രവകാലം തുടങ്ങുകയുള്ളൂ. ഇവിടെ മഹോദ്രവകാലം എന്ന് പറഞ്ഞാൽ പീഡ തുടങ്ങുന്നത് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ 7 വർഷ ഭരണത്തിൽ ആദ്യത്തെ 3.5 വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ 3.5 വർഷം തുടങ്ങിക്കഴിയുമ്പോഴാണ് അദ്ദേഹം പീഡ തുടങ്ങുന്നത്. അത് ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലും അങ്ങനെ ഭൂമിയിൽ ഒരു ജാതി ഉണ്ടായത് മുതൽ ഇതുവരെ ഇല്ലാത്ത പീഡയുണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണമേ, യേശുക്രിസ്തുവിനെ ഇവർ മശിഹയായി അംഗീകരിച്ചില്ല. അങ്ങനെയാണ് യേശുവിനെ ഇതിൽ ചിലർ ചേർന്ന് ക്രൂശിക്കുന്നത്. അതിനകത്ത് റോമൻസിൻ്റെ കൈയും ഉണ്ടായിരുന്നെന്നുള്ളതും കഴിഞ്ഞ ഏതോ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിരുന്നു. തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ വരുമ്പോൾ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടയുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. ഇവിടെ കൃത്യമാണ് കാര്യങ്ങൾ. അധർമ്മമൂർത്തിയാകുന്ന ആൻറ്റി ക്രൈസ്റ്റ് ലോകത്തിൽ വന്ന് ഇസ്രയേലുമായിട്ടൊരു എഗ്രിമെൻ്റ് നടക്കണമെങ്കിൽ ഇവിടെ വഴിയിൽ നിന്ന് തടയുന്ന ആളുണ്ട്. ആ ആള് മാറിപ്പോണം. ആരാണ് വഴിയിൽ നിന്ന് തടയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം വാക്യം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞു, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. ഇവിടെ അവനെന്ന് പറയുന്നതിൽ നിന്നും ചിലർ തെറ്റിദ്ധരിച്ചു അത് ഒരു പ്രവാചകനാണെന്നുള്ളത്. എന്നാൽ അതിൻ്റെ 13-ാം വാക്യത്തിൽ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവിടെ അവൻ എന്നാ പറയുന്നത്. ആര്? പരിശുദ്ധാത്മാവ്. ആളത്വമുള്ള ആളാണ് പരിശുദ്ധാത്മാവ്. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അതിൻ്റെ 15-ന്റെ 26-ൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ആര്? ദൈവാത്മാവ്. ആ ദൈവാത്മാവിനെ ഭൂമിയിലേക്ക് ദൈവം അയച്ചു പെന്തക്കോസ്ത് നാളിൽ.
അങ്ങനെയാണ് പെന്തക്കോസ് നാളിൽ വലിയ മുഴക്കമുണ്ടാകുന്നു, ഭൂമി കുലുക്കമുണ്ടാകുന്നു. അവിടെ കൂടിയിരുന്നവരുടെ മേലെല്ലാം അന്യഭാഷയിൽ അവർ സംസാരിക്കുന്നു, അവരുടെ മേൽ ആത്മാവ് വരുന്നു. ആ 120 സംഘത്തിൻ്റെ കൂടെയും ഈ വറ്റുകൂടി വന്നവരുടെ കൂടെയും മധ്യത്തിൽ എഴുന്നേറ്റ് നിന്നാണ് പത്രോസ് 11 പേരുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് വെച്ചാൽ 11 അപ്പോസ്തലന്മാർ അവരുടെ കൂടെ എഴുന്നേറ്റ് നിന്നാണ് പത്രോസ് പ്രസംഗിക്കുന്നത്. ഇത് അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് യോവേൽ പ്രവാചകൻ പ്രവചിച്ച പ്രവചനമാണ് ഈ നടക്കുന്നത്. ഇവിടെ പുതിയ നിയമസഭ തുടങ്ങുകയാണ്. ഭൂമിയിൽ ഒരിക്കലും 2 സഭ നിലനിൽക്കത്തില്ല. മഹോപദ്രവകാലം വരുന്നത് 7 വർഷ ഭരണത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ 69 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട്, ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ പറയുന്ന 69 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് 70-ാം ആഴ്ചവട്ടം. 70-ാം ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ 7 ദിവസം, അത് 7 വർഷമായിട്ട് കണക്കാക്കണം. അത് ഞാൻ 7x70 എന്നുള്ള ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ 70-ാം ആഴ്ചവട്ടമാകുന്ന 7 വർഷത്തിൽ അവസാനം ഇസ്രയേലിന് ഒരു ടൈം കൂടെ കൊടുക്കുകയാണ്. അതാണ് ഈ 7 വർഷ ഭരണം. പക്ഷേ അതിനു മുൻപ് ഇവിടുന്ന് സഭ എടുക്കപ്പെടണം. ഞാൻ പറഞ്ഞിരുന്നു, പെരുന്നാൾ 3 ഒരുമിച്ച് വന്നതുപോലെ ഇവിടെ യേശുക്രിസ്തു മധ്യാകാശത്ത് വരുമ്പോൾ ഇവിടുന്ന് സഭ എടുക്കപ്പെടുന്നു. അതോടുകൂടി യെരുശലേമിൽ AD 70 നശിപ്പിച്ചു കളഞ്ഞ ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് ദാവീദ് രാജാവിൻ്റെയും സെരുബാബേലിൻ്റെയും ഹേരോദാവ് പണികൊഴിച്ച ദേവാലയവും യേശുക്രിസ്തു ശുശ്രൂഷിച്ച ദേവാലയവും ദൈവം തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് തന്നെ പണിത ആ ദേവാലയം AD 70 നശിപ്പിക്കപ്പെട്ടു. അവിടെ അവർക്ക് ദേവാലയം പണിയണം. ആ ദേവാലയത്തിലാണ് ആൻറ്റി ക്രൈസ്റ്റ്. തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ പറയുന്നത് പോലെ, തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ ദേവാലയത്തിലിരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച്, ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും ഇത് തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയാത്ത. അപ്പം ഇവൻ ഒരു ദേവാലയത്തിലിരിക്കണം. അത് ഏത് ദേവാലയത്തിലാണ് ഇരിക്കേണ്ടത്? ഈ ആൻറ്റി ക്രൈസ്റ്റ്, അവൻ എതിർ ക്രിസ്തു. അവൻ ഇരിക്കുന്നത് ദേവാലയം എന്ന് പറഞ്ഞാൽ യെരുശലേം ദേവാലയത്തിൽ. കാരണം ഞങ്ങളുടെ മശിഹ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഒരു സമാധാന പുരുഷനായിട്ട് വരുന്ന ഒരാളാണ് ഈ മനുഷ്യൻ. നിങ്ങൾ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ, എതി ക്രിസ്തു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ ഉപബോധ മനസ്സിൽ ഒരുപക്ഷേ ചെറുപ്പം മുതൽ കയറിയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇതേതാണ്ട് 2 കൊമ്പും 4 തലയും ഒക്കെയുള്ള ഒരു കറുത്ത രൂപം പോലെ, ഒരു പിശാച് പോലെ വരുന്നത്. ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ഒരു പ്രസിഡൻ്റോ ഒരു മനുഷ്യനാണ്. അദ്ദേഹം നല്ല ഒരു മീഡിയേറ്ററായിട്ടാണ് വരുന്നത്. അത് ഇസ്രയേലിന് സ്വീകാര്യമാകും, ഈ 10 രാജ്യ ഫെഡറേഷനും സ്വീകാര്യമാകും. അപ്പോൾ ഇസ്രയേൽ ചിന്തിക്കുന്നത്, ഇതാണ് ഞങ്ങളുടെ മശിഹ, ഈ മശിഹ ഞങ്ങൾക്ക് രാജ്യം സ്ഥാപിച്ചു തരും. അങ്ങനെ അവർ ഇദ്ദേഹവുമായിട്ട് എഗ്രിമെൻ്റ് ചെയ്യുന്നു. ഇദ്ദേഹവും ഇസ്രയേലുമായിട്ട് വലിയ സമ്പർക്കത്തിലാകുന്നു, സ്നേഹബന്ധത്തിലാകുന്നു. അങ്ങനെ ആദ്യത്തെ 3.5 വർഷം ഇദ്ദേഹം ലോകത്തെ ഭരിക്കും. ഈ 3.5 വർഷം കൊണ്ട് ഒരു ഹിറ്റ്ലർ പോലെ, ഒരു ഏകാധിപതി പോലെ ഇദ്ദേഹമായിത്തീരും. എലോൺ മസ്ക് ഒക്കെ പറയുന്നത് പോലെ ഇവിടെ മനുഷ്യൻ്റെ ബ്രെയിൻ വായിച്ചെടുക്കാം, അവൻ്റെ തോട്ട്സുകൾ അന്യോന്യം അറിയാം എന്നുള്ള ടെക്നോളജികളിലേക്ക് ലോകം മാറുകയാണ്. നമ്മുടെ മനസ്സിലുള്ളത് വായിച്ചെടുക്കത്തക്കവണ്ണുള്ളൊരു ടെക്നോളജിയിലേക്ക് ആ കാലഘട്ടം മാറുകയാണ്. ഇപ്പോൾ തന്നെ അത് മാറിക്കഴിഞ്ഞു. അങ്ങനെ ഇപ്പം ഞാൻ പെഗസസിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നല്ലോ, അങ്ങനെ അത് മാറിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു യുഗത്തിലേക്ക് കാര്യങ്ങൾ മാറി വരുമ്പോൾ ഇവൻ 3.5 വർഷം കഴിയുമ്പോൾ ഈ മീഡിയേറ്റർ അദ്ദേഹത്തിൻ്റെ പ്രതിമ യെരുശലേം ദേവാലയത്തിൽ വയ്ക്കും. അത് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ഞാനിപ്പോൾ എൻ്റെ സബ്ജക്റ്റ് അവിടെ ഇത് മൊത്തം പറയുകയല്ല, നമ്മളിത് ഗ്രാജുവലി ക്ലാസ് അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഒരു സമ്മറിയാണ് ഇന്ന് പറയുന്നത്. ഈ പ്രതിമ അവിടെ വെക്കുന്നു. ആ പ്രതിമ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രതിമയായിരിക്കും. AI പ്രതിമയെന്ന് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. പക്ഷേ ഇതുകൊണ്ടും ടെക്നോളജി പിന്നെയും വളർന്നു വരികയാണ്. ഞാനിപ്പോൾ എൻ്റെ നാട്ടിലിരുന്ന് ഞാൻ ആൻറ്റി ക്രൈസ്റ്റിന് എതിരായിട്ടൊന്ന് ചിന്തിച്ചാൽ, ഈ മനുഷ്യനും ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിനും എതിരായിട്ട് ചിന്തിച്ചാൽ, അത് അദ്ദേഹത്തിൻ്റെ വാർ റൂമിൽ അറിയുന്ന ഒരു ടെക്നോളജിയിലേക്ക് കാര്യം വരിക. ഞാനിപ്പോൾ തന്നെ ഒരു കാര്യം പറയാം. ഞാനിവിടെ ഒരാളോട് ചോദിച്ചു, ഈ യൂട്യൂബിൽ കൂടെ ഒക്കെ ഇങ്ങനെ അയക്കുമ്പോൾ എന്താ ഇവർക്ക് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോളോടാണ് ചോദിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞ ഡാറ്റയായി അവർക്ക് കിട്ടുന്നത്.
അപ്പോൾ അത് കറക്റ്റാണ്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയ മെസ്സേജുകളാണ് യൂട്യൂബിൽ കാണുന്നത്. നിങ്ങളൊരു രാഷ്ട്രീയ മെസ്സേജ് കണ്ടിരുന്നാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് പിന്നെ വരുന്ന രാഷ്ട്രീയ മെസ്സേജുകളായിരിക്കും. നിങ്ങളിനിയും യൂട്യൂബിൽ എങ്ങനെയാണ് വീഡിയോ ലോഡ് ചെയ്യുന്നത് എന്നുള്ളൊരു ആരുടെയെങ്കിലും ഒരു യൂട്യൂബ് മെസ്സേജ് എടുത്തൊന്ന് കേട്ടു നോക്കിയേ. ഇച്ചിരി കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിൽ തുരുതുരാന്ന് ആ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും. എങ്ങനെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്? നിങ്ങളുടെ വാസന, അഭിരുചി എന്താണെന്ന് ഡാറ്റ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞു. അതോടുകൂടി നമ്മുടെ ബ്രെയിനും നമ്മളെക്കുറിച്ചുമായി ഈ കമ്പ്യൂട്ടർ സെൻറ്റർ അല്ലെങ്കിൽ ഇവരുടെ ഡാറ്റാ സെൻറ്റർ പഠിക്കുക. എക്സാമ്പിൾ, നിങ്ങളൊരു പാട്ട്, ഒരു സിനിമാ പാട്ടാണെന്നിരിക്കട്ടെ. ഒരു സിനിമാ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഉടൻ അടുത്ത പാട്ടുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് വന്ന് നിൽക്കുക, നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ മൊബൈലിൽ വന്ന് നിൽക്കുക. അതെങ്ങനെയാണ് വരുന്നത്? നിങ്ങൾക്കതാ ഇഷ്ടമെന്ന് ഈ ഗൂഗിൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം നമ്മുടെ ഡാറ്റ എല്ലാം അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ചുരുക്കി പറയട്ടെ, ആ ഒരു ടെക്നോളജിയിലേക്കാണ് ഈ ആൻറ്റി ക്രൈസ്റ്റ് വരാൻ പോകുന്നത്. ഞാൻ 7 വാക്യം ഒന്നുകൂടെ വായിക്കാം. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. ഇതിനാണ് ബൈബിളിൽ നിഴലും പൊരുളും തന്നിരിക്കുന്നത്. ഇസാക്ക് റിബേക്ക വിവാഹം. അബ്രഹാം തൻ്റെ ദാസനായ ഏലയാസിനോട് പറയുന്നു, നീ പോയി എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കൽ നിന്നും എൻ്റെ മകൻ ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം. ചാർച്ചക്കാരുടെ അടുക്കൽ നിന്നേ വിവാഹം പറ്റത്തുള്ളൂ, പെൺകുട്ടിയെ എടുക്കാൻ പറ്റത്തുള്ളൂ. അത് മർമ്മമാണ്, അതിനൊക്കെ ആഴങ്ങളുള്ള അർത്ഥങ്ങളുണ്ട്. അങ്ങനെ ഏലയാസർ പോയി മൊസൊപ്പൊത്യോമയിൽ വന്ന അബ്രഹാം എവിടുന്നാണ് വന്ന? ഇന്നത്തെ ഇറാഖിൽ നിന്നും. അവിടെ ഏലയാസർ പോവുകയാണ്. 10 പേര് ഒട്ടകങ്ങളുമായിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് അന്നേരമാണ് കിണർക്കരയിലേക്ക് റിബേക്ക വരുന്നത്. അവളെ കണ്ടിട്ട് അവളെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അവളുമായിട്ടാണ് ഏലയാസർ തിരിച്ചു വരുന്നത്. എന്നാൽ ഏലയാസർ ഇടയ്ക്ക്, ഞാനൊന്ന് പോയി, നീ ഇവിടെ നില്ല്, ഞാൻ പോയി എൻ്റെ യജമാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വരാമെന്ന് പറഞ്ഞല്ല പോയി, അല്ലേ എൻ്റെ യജമാൻ്റെ മോനെയും കൊണ്ട് വരാമെന്നല്ല പറഞ്ഞിട്ട് പോയത്. ഇവിടെ അബ്രഹാം ഒരു വാക്ക് പറയുന്നുണ്ട്, ഏലയാസർ, എൻ്റെ മകനെ അവിടേക്ക് കൊണ്ടുപോകരുത്, നീ പെണ്ണുമായിട്ടേ ഇങ്ങോട്ട് വരാവൂ. ഇതൊക്കെ പോസിബിളാണോ? അത് നിഴല. ഈ പെങ്കൊച്ചുമായിട്ട് ഏലയാസർ അബ്രഹാമിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, വീട്ടിലേക്ക് വരുമ്പോൾ, ഇസഹാക്ക് വെളിമ്പ്രദേശത്തേക്ക് ഇറങ്ങി വരുന്നു. അതിൻ്റെ കാരണം എന്ത്? കാരണം റിബേക്കയുടെ പൊരുളാകുന്ന മണവാട്ടി സഭ, നാമാകുന്ന സഭ മധ്യാകാശത്തിലേക്ക് ചെല്ലുമ്പോൾ യേശു മധ്യാകാശത്തിലേക്ക് വരും. ചിലർ തെറ്റ് ധരിച്ചിട്ടുണ്ട്. അവിടെ മധ്യാകാശത്തിലല്ല അവരിവിടെ ഇരിക്കുന്നത്. മധ്യാകാശത്തിൽ വെച്ച് നമ്മൾ കൂടി സമ്മേളിക്കുക. എന്നിട്ട് ഈ ഇസഹാക്ക് ഈ റിബേക്കയെ സാറായുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോയി. ഉൽപ്പത്തി 24:62. എന്നാൽ ഇസാക്ക് ബേർലഹയിം രോയി വരെ വന്നു. അത് മധ്യാകാശത്തിൻ്റെ നിഴലാണ്. ഉറവിൻ്റെ സ്ഥലം, അപ്പൻ്റെ കിണർ എന്നൊക്കെയുള്ള അർത്ഥം അതിനുണ്ട്. ഉറവിയുടെ കിണർ എന്നൊക്കെയുള്ള അർത്ഥം അതിനുള്ളത്. അപ്പോൾ അവിടേക്ക് ഇറങ്ങി വന്നു. അതെന്തിൻ്റെ നിഴലാണ്? യേശുക്രിസ്തു മധ്യാകാശത്തോട്ട് വരുമ്പോൾ റിബേക്കയുടെ പൊരുളാകുന്ന സഭ ഇവിടുന്ന് മധ്യാകാശം ചെല്ലും. പക്ഷേ അന്ന് രാത്രിയിൽ അവിടെ അല്ല കിടന്നത്. 24:67 വായിക്കുമ്പോൾ ഇസഹാക്ക് അവളെ തൻ്റെ അമ്മയായ സാറായുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. അവൻ റിബേക്കയെ പരിഗ്രഹിച്ചു. നമ്മൾ മധ്യാകാശത്തിൽ ഇരിക്കുകയല്ല, നമ്മൾ ഈ വായുവിനകത്ത് ഇങ്ങനെ ഇരിക്കുകയല്ല. യേശുക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 14-ാം വാക്യം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർക്കും. അപ്പോൾ ഒരു പ്രത്യേക പറുദീസ ഒരുക്കുന്നു. ഈ മധ്യാകാശത്ത് വെച്ച് സമ്മേളിച്ചിട്ട് എങ്ങനെ ഇസാക്ക് റിബേക്കയുമായി ബേർലഹീം രോയിൽ നിന്ന് സാറായുടെ കൂടാരത്തിലേക്ക് പോയോ? അബ്രഹാമിൻ്റെ കൂടാരത്തിലേക്കല്ല. അബ്രഹാമിൻ്റെ കൂടാരം എന്ന് പറഞ്ഞാൽ 3-ാം സ്വർഗമാണ്. സാറായുടെ കൂടാരത്തിലേക്ക് പോയോ? 2-ാം സ്വർഗം എന്ന് വേണേൽ പറയാം. അവിടെ പോയി നമ്മൾ 7 വർഷം ഇരിക്കും. നമ്മളവിടെ 7 വർഷം ഇരിക്കുമ്പോഴാണ് ഭൂമിയിൽ ഈ പറഞ്ഞ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളും ഭരണവും. ആ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ആൻറ്റി ക്രൈസ്റ്റ് ആരാണെന്ന് പഠിക്കേണ്ടത്.
ആൻറ്റി ക്രൈസ്റ്റ് ആരാണെന്ന് പഠിക്കണമെങ്കിൽ നമ്മൾ ദാനിയേൽ പ്രവചനത്തിലേക്ക് പോകണം. ഈ ആൻറ്റി ക്രൈസ്റ്റ് ഈ പറഞ്ഞല്ലോ, ആദ്യത്തെ 3.5 വർഷം വലിയ പ്രശ്നമില്ല. എന്നാൽ 2ാം പദം 3.5 വർഷം വരുമ്പോൾ അവൻ തൻ്റെ പ്രതിമ യെരൂശലേം ദേവാലയത്തിൽ വയ്ക്കും. വിഗ്രഹാരാധനയില്ലാത്ത 2 കൂട്ടരേ ഉള്ളൂ ലോകത്തിൽ. എന്നാൽ ഈ 2 കൂട്ടർക്കും കുറച്ചൊക്കെ ഇപ്പോൾ വിഗ്രഹാരാധന വന്നിട്ടുമുണ്ട്. ഇസ്ലാമിക കൂട്ടുകാർ പറയുമെങ്കിലും അവരും പല കബറിടങ്ങളൊക്കെയും അവരുടെ ദേവാലയങ്ങളായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ, ഈ ശബരിമലയ്ക്ക് പോകുമ്പോൾ അവിടെ ബാബർ മസ്ജിദിനകത്ത് വന്ന് അവിടെ ഈ അയ്യപ്പന്മാർ വന്ന് മാല ഊരുന്നുണ്ട്. ഇങ്ങനെ പല കണക്ഷൻസും അവർക്കുണ്ട്. എന്നാലും വിഗ്രഹങ്ങളെ വെക്കാതെ ആരാധിക്കുന്ന 2 ഗ്രൂപ്പേ ഉള്ളൂ. ഒന്ന് ഇസ്രയേൽ ജനവും, രണ്ടാമത്തേത് പെന്തക്കോസ്ത് നാളിൽ തുടങ്ങിയ സഭയും. അവിടെ പത്രോസിൻ്റെയോ അന്ത്രോസിൻ്റെയോ യാക്കോബിൻ്റെയോ ആരുടെയും പ്രതിമയോ ഫോട്ടോ ഇല്ലായിരുന്നു. കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പത്രോസ് ചെല്ലുമ്പോൾ കൊർന്നല്യോസ് വണങ്ങുമ്പം പറയുകയാണ്, എന്നെ അല്ല വണങ്ങേണ്ടത്, ജീവനുള്ള ദൈവത്തെ. എന്നാൽ പത്രോസ് മരിച്ച് കുറച്ച് കാലം കഴിഞ്ഞ് റോമനാധിപത്യമൊക്കെ കയറി വന്നപ്പം 2 ചാക്ക് സിമെൻറ്റും കുറച്ച് കമ്പിയും മണലും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഈ പത്രോസിൻ്റെ പ്രതിമ ഉണ്ടാക്കി ഓരോ കുരിശും തൊട്ടിയിലും വെച്ച് വരും. ഇത് ആരുടെ പരിപാടിയാണ്? ജീവിച്ചിരുന്നപ്പോൾ പത്രോസ് പറഞ്ഞു, നോ, എന്നെ അല്ല വണങ്ങേണ്ടത്, ജീവനുള്ള ദൈവത്തെയാണ് നിങ്ങൾ വണങ്ങേണ്ടത്, ഞാനൊരു മനുഷ്യനത്ര നിങ്ങളെപ്പോലെ എന്ന് പറഞ്ഞ സെൻറ്റ് പീറ്ററിൻ്റെ പ്രതിമയാണ് ഇന്ന് ലോകം മുഴുവൻ വെച്ച് ആരാധിക്കുന്നത്. ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച്, ഈ പത്രോസ് ജീവനോട് എഴുന്നേറ്റ് വന്നാൽ ഈ പ്രതിമകളൊക്കെ എന്ത് ചെയ്യും? ആദ്യം അദ്ദേഹം ഒരു ചുറ്റിക എടുത്തുകൊണ്ട് പോയി ഈ പ്രതിമകൾ തല്ലിപ്പൊട്ടിക്കും. ഇത് വെച്ചോൻ്റെ തലയിൽ തല്ലിപ്പൊട്ടിക്കും. വെച്ചോനെ കൊല്ലത്തിലായിരിക്കും. നമുക്ക് ഉപദേശമില്ലല്ലോ. ഞാൻ അതിൻ്റെ ഒരു ശൈലിയിൽ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. എത്ര കോപമായിരിക്കും അവരോടൊക്കെ. സത്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഈ ആൻറ്റി ക്രൈസ്റ്റ് ദേവാലയത്തിലിരിക്കും. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ്, നമ്മൾ ഈ സംഭവങ്ങൾ പഠിക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവ്, അതോടുകൂടി ഇവിടെ ദേവാലയം പണിയപ്പെടണം. ആ ദേവാലയത്തിലേക്ക് ആൻറ്റി ക്രൈസ്റ്റ് പ്രീസ്റ്റ് ടീമായിട്ട് വരുന്നു, ഇസ്രയേലുമായിട്ട്. അങ്ങനെ 2-3 സംഭവങ്ങൾ ഇവിടെ നടക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഭൂമിയിൽ എപ്പോഴും 2 ദേവാലയം നിലനിൽക്കത്തില്ല, 2 ആരാധന നിൽക്കത്തില്ല. പെന്തക്കോസ്ത് നാളിൽ 5ാമത്തെ ആലയം ഇവിടെ തുടങ്ങി. നാമാകുന്ന മന്ദിരം, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമല്ലോ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ വചനം തന്ന് നമ്മളെ 5ാമത്തെ ദേവാലയമൊക്കെ, 5 കൃപയുടെ സംഖ്യ, 5ാമത്തെ ദേവാലയമാക്കിയപ്പോൾ 4ാമത്തെ ദേവാലയമാകുന്ന, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഹേരോദാവ് 46 വർഷം കൊണ്ട് പണിത് യേശുക്രിസ്തു ശുശ്രൂഷിച്ച ആ ദേവാലയത്തിൻ്റെ തിരശീല മുകൾ തൊട്ട് അടിയോളം ചീന്തിക്കളഞ്ഞു. കാരണം എന്താ? ഈ ന്യായപ്രമാണ യുഗം കഴിഞ്ഞു, കൃപായുഗം തുടങ്ങുകയാണ്. അതാണ് ഈ ദാനിയേൽ 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 69 ആഴ്ചവട്ടം കഴിഞ്ഞ് അഭിഷക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരുമില്ലെന്ന് വരും. യേശു ക്രൂശിക്കപ്പെടുമ്പോൾ അമ്മ പോലും ദൂരെ നിന്ന് നോക്കിയതേ ഉള്ളൂ. ഞാൻ പലപ്പോഴും പറയും, എൻ്റെ കൊച്ചിനെയോ കൊച്ചുമക്കളെയോ ഇങ്ങനെ ക്രൂശിക്കുന്നെങ്കിൽ ഞാൻ എന്ത് വില കൊടുത്തു, എന്നെ വെടിവെച്ച വെടിമാരിക്കോ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അലമുറയിട്ട് കരഞ്ഞ ക്രൂശിൻ്റെ താഴെ ചെന്ന് കിടന്ന് കരയും, മേലോട്ട് നോക്കി. പക്ഷേ യേശുവിൻ്റെ അമ്മ വന്നില്ല. കാരണം എന്താ? അതൊരു പ്രവചന നിവൃത്തിയായിരുന്നു. അവൻ ആരുമില്ലെന്ന് വന്നു, ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ വരുവാനുള്ള പ്രഭുവിൻ്റെ പടജനം, വരുവാനുള്ള പ്രഭുവാകുന്ന ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പടജനമാകുന്ന റോമൻ സൈന്യം തീത്തോസിൻ്റെ നേതൃത്വത്തിൽ വന്നാണ് യെരൂശലേം ദേവാലയം നശിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനി ഇവിടെ ദേവാലയം പണിയപ്പെടണം. അതിനകത്താണ് ആൻറ്റി ക്രൈസ്റ്റ് ഇരിക്കുന്നത്. 3.5 വർഷത്തിൻ്റെ ആദ്യത്തെ പദം കഴിയുന്നു. പിന്നെ 2ാം പദം 3.5 വർഷം വരുമ്പോഴാണ് 3ാം ലോകമഹായുദ്ധം, ഹെർമഗദോൻ യുദ്ധം. അതിൻ്റെ ക്ലിയർ വചനങ്ങൾ ഞാൻ ഇതിനകത്തൂടെ നിങ്ങൾക്ക് തരുന്നതാണ്. അങ്ങനെ 3ാം ലോകമഹായുദ്ധം നടക്കുന്നു. വെളിപ്പാട് ദിവസം 13-ാം അധ്യായം 1-ാം വാക്യം, അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണമുള്ള മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് കണ്ട്. ഇവിടാണ് പ്രവാഹങ്ങൾ, തിരമാലകളെ ഉയർത്തുന്ന 3-ാം പദ കാര്യങ്ങൾ വരുന്നത്. സമുദ്രം വന്നു കഴിഞ്ഞിവിടെ, സമുദ്രത്തിൽ നിന്ന് ഇതാ മൃഗം വരികയാണ്. ആ മൃഗം സമുദ്രത്തിന് കയറുന്ന ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സാദൃശ്യവും, അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയുമായിരുന്നു. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ 4 മൃഗങ്ങളെ പറയുന്നുണ്ട്.
ഒന്നാമത്തേത് ബാബിലോണിയ സാമ്രാജ്യം സിംഹം, രണ്ടാമത്തേത് മേദ്യപുരുഷ സാമ്രാജ്യം കരടി, മൂന്നാമത്തേത് അലക്സാണ്ടറുടെ ദി ഗ്രേറ്റ് അലക്സാണ്ടറുടെ സാമ്രാജ്യമാകുന്ന ഗ്രീക്ക് സാമ്രാജ്യം പുള്ളിപ്പുലി, നാലാമത്തേത് ഘോരവും ഭയങ്കരവുമായ മൃഗം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ റോമൻ ആധിപത്യത്തിൽ നിന്ന് 10 കൊമ്പ് 10 രാജ്യ ഫെഡറേഷനിൽ നിന്നാണ് ഈ മൃഗം, അല്ലെങ്കിൽ മൃഗമെന്ന് പറഞ്ഞാൽ ബീസ്റ്റ് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ എ ക്രൂവൽ മാൻ, ഒരു മോശം ബിഹേവിയറും തോട്ട്സുമുള്ള മനുഷ്യൻ, അല്ലാതെ കൊമ്പും കാലും പിശാചും ഒന്നുമല്ല. അദ്ദേഹം ബീസ്റ്റാകുന്ന, നമ്മൾ പറയത്തില്ല ഒരു മനുഷ്യൻ അവനൊരു മൃഗമാണ് എന്ന് പറയുന്ന സ്വഭാവമുള്ള ഒരു മനുഷ്യൻ, ഒരു നേതാവായി വരുന്നത്. എൻ്റെ ലക്ഷണം 4 മൃഗമാണ്. ഒന്ന് റോമാ മൃഗം, ഘോരവും ഭയങ്കരമായ മൃഗത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ അതിൽ നിന്നാണ് ഈ മൃഗം വരുന്നത്, ഈ മനുഷ്യൻ വരുന്നത്. പിന്നെ 3 മൃഗത്തെ കൂടെ പറയുന്നുണ്ട്. കരടി, കാല്, അതിൻ്റെ ഉടൽ പുള്ളിപ്പുലി, അതിൻ്റെ വായും മുഖവും സിംഹം. ഞാനിപ്പോൾ നിങ്ങളെ ഒരു പിക്ചർ കാണിക്കാം. UN ഹെഡ്ക്വാർട്ടറിൻ്റെ മുൻപിലുള്ള പിക്ചറായത്. ലോക സമാധാനത്തിന് വേണ്ടി വന്നവരാ. അവർ വെച്ചിരിക്കുന്ന ഒരു പ്രതിമ ഞാൻ കാണിക്കാം. ഒരു ബീസ്റ്റിൻ്റെ പ്രതിമയാണത്. ഇതുപോലൊരു മൃഗത്തിൻ്റെ പ്രതിമയാണ്. ആ പ്രതിമയും വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ പറയുന്ന പ്രതിമയും തമ്മിൽ എന്തെങ്കിലും ഒരു സാമ്യമുണ്ടോ എന്ന് എൻ്റെ കേൾവിക്കാരൻ നോക്കണം. യു വിൽ ഗെറ്റ് ഇൻ ഇൻ്റർനെറ്റ്, എവരിബഡി ക്യാൻ ഗെറ്റ് ഇൻ ഇൻ്റർനെറ്റ്. അപ്പം നിങ്ങൾക്കതൊന്ന് ഷെയർ ചെയ്ത് നോക്കിയാൽ മതി. ഞാനിപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഇട്ട് തരാം. അങ്ങനെ ഇവിടെ ഒരു ആൻറ്റി ക്രൈസ്റ്റ് വരണം, സഭ ഇവിടുന്ന് മധ്യാകാശത്തേക്ക് എടുക്കപ്പെടണം, ഇവിടെ ഒരു ദേവാലയം പണിയണം. ആ ദേവാലയത്തിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ 7 വർഷത്തെ ഭരണത്തിൻ്റെ ലാസ്റ്റിൽ 3-ാം ലോകമഹായുദ്ധം വരുന്നു. ഇങ്ങനെ ഒരു പരമ്പര, അതാണ് പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. ആ തിരമാലകളെ ഉയർത്തുന്ന ഭാഗത്തിൻ്റെ ബാക്കി ഭാഗത്തേക്ക് നമ്മൾ ഈ പഠനം കൊണ്ടുപോവുകയാണ്. എന്നോട് ചില സഹോദരി സഹോദരന്മാർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ക്ലാസ് മുൻപോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ തുടക്കം മുതൽ പഠിക്കാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ സഹകരിച്ചു വരിക. ആൻറ്റി ക്രൈസ്റ്റ് എവിടുന്ന് വരുന്നു, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പ്രവചനങ്ങൾ എങ്ങനെയാണ്, ആൻറ്റി ക്രൈസ്റ്റിനെ കൂടി എവിടെയൊക്കെയാണ് പ്രവചനം കിടക്കുന്നത്, അവൻ ഏത് രാജ്യത്തിൽ നിന്നായിരിക്കും വരാൻ സാധ്യത, ഈ ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ട് അതോടുകൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവ്, അതോടുകൂടി സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്ന കാര്യങ്ങൾ, സഭ 7 വർഷം മധ്യാകാശത്തിലും അവിടുത്തെ പറുദീസയിലുമായിരിക്കുമ്പോൾ പ്രതിഫല വിതരണം, അത് കഴിഞ്ഞിട്ട് ഹെർമഗദോൻ യുദ്ധം, 3-ാം ലോകമഹായുദ്ധം, ആ യുദ്ധത്തിൻ്റെ അവസാനത്തോടുകൂടി ആൻറ്റി ക്രൈസ്റ്റിനെയും അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മത നേതാവ്, അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന കള്ളപ്രവാചകൻ, ആ പ്രവാചകനെയും അഗ്നികുണ്ഡത്തിലേക്ക് വിടുന്നതും, അത് കഴിഞ്ഞിട്ട് സാത്താനെ 1000 ആണ്ടേക്ക് ബന്ധിക്കുന്നതും, അത് കഴിഞ്ഞിട്ട് ഇവിടെ 1000 ആണ്ട് വാഴ്ച, അതെവിടെയാണ്, ഏത് പ്രദേശത്താണ്, അതിൽ ആരൊക്കെയുണ്ട്, അവരുടെ ശരീരം എങ്ങനായിരിക്കും, അവരുടെ ഡ്യൂട്ടി എന്തായിരിക്കും, ഈ ഭാഗങ്ങളെല്ലാം വിശദമായി പഠിക്കുന്ന ഒരു പരമ്പരയാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. അത് നമ്മളെ പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകൾ ഉയർത്തുന്നു. അതിൻ്റെ 2-ാം പദമാണ് ഞാൻ പറഞ്ഞത്. 83-ാം സങ്കീർത്തനത്തിൽ 10 ജാതീയ കൂട്ടുകെട്ട് അവർ ഒരുമിച്ച് കൂടി ഇസ്രയേലിനെ മുച്ചൂടും മുടിച്ചു കളയുവാൻ ഒരു പ്ലാൻ ചെയ്യുന്നു. അതിൻ്റെ ഏതാണ്ട് അവസാനത്തെ ഭാഗത്തേക്ക് എത്തിയാണ്. അവിടെയാണ് ഇറാൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ യുദ്ധം നടന്നത്. ഇനിയും ബാക്കി ബൈബിൾ പ്രകാരം എന്താണ് മുൻപോട്ടുള്ള ഗതി, അല്ലെങ്കിൽ ലോകം എങ്ങനെ പോകും. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ അവിടെ യേശുക്രിസ്തുവും ഏതാണ്ട് 14 ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ആ 14 ലക്ഷണങ്ങളിൽ 10ാമത്തെ ലക്ഷണമാണ് ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത്. 10ാം ലക്ഷണം അതിൻ്റെ 15ാം വാക്യമാണ്. മത്തായി 24:15. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളണം. ഇതിൻ്റെ 14ാമത്തെ ലക്ഷണവും നമ്മൾ വായിച്ചിരുന്നു. 24-ന്റെ 32 വായിച്ചത് അത്തി മുതലായ വൃക്ഷങ്ങൾ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങൾ അറിയുന്നുവല്ലോ, നമ്മൾ അറിഞ്ഞിരിക്കണം. അത്തിയാകുന്ന ഇസ്രയേൽ
തളിർത്ത ചരിത്രം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്ന കഴിഞ്ഞ എപ്പിസോഡുകളിൽ. ഇനിയും ദാനിയേൽ പ്രവചനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പോയി കാര്യങ്ങൾ ചിന്തിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഈ ശിഷ്യഗണങ്ങൾ ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാണ് ഞങ്ങൾക്ക് രാജ്യം സ്ഥാപിച്ചു തരുന്നത്? അതിന് ലോകാവസാനത്തിൻ്റെ അവസാനം എന്താണ്? അതേ ചോദ്യം ഇവരെപ്പോഴും യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 1:6 ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രയേൽ നീ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്ത്. ഇവർക്ക് അറിയേണ്ട ഒരു വിഷയം രാജ്യമാണ്. അവിടെ മന്ത്രിയാകാൻ പറ്റുമോ, അവിടെ സ്ഥാനം കിട്ടുമോ എന്നൊക്കെ ഉള്ളതാണ് അവരുടെ നോട്ടം. പക്ഷേ കോരഹപുത്രന്മാർ പാടിയതുപോലെ പാടുന്നില്ല. ഞാൻ കുരുകിലൊരു വീടും മീമൽ പക്ഷിക്ക് കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ യഹോവയുടെ യാഗപീഠങ്ങളെ തന്നെ. ആ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ കാവലക്കാരനായിരിക്കുന്നത് എനിക്കേറെ നന്ന്. 84 സംഘത്തിനും 10-ാം വാക്യം. അത് മതിയെന്ന് ചിന്തിക്കുന്നില്ല. അവർ ചോദിക്കുകയാണ്. അപ്പോൾ യേശു 14 ലക്ഷണങ്ങളാണ് മത്തായി 24 പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ 10ാമത്തെ ലക്ഷണമാകുന്ന ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തിലേക്ക് അടുത്ത ഭാഗത്ത് നമ്മൾ പോയി നമ്മുടെ പഠനം കണ്ടിന്യൂ ചെയ്യുകയാണ്. എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ശനിയും ഞായറും രാത്രി 8 മണി മുതൽ 9 മണി വരെ, 8:40, 45 വരെ ഈ സബ്ജക്റ്റ് പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകൾ ഉയർത്തുന്നു. ഈ സബ്ജക്റ്റ് നമ്മൾ ആഴമായി പഠിക്കുകയാണ്, വളരെ ലളിതമായി പഠിപ്പിക്കുകയാണ്. ഈ മെസ്സേജ് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ക്ലാസ് കുറേ നാളുകൾ നീണ്ടുപോകും. അറ്റ്ലീസ്റ്റ് ഒരു 2-3 മാസമെങ്കിലും കുറഞ്ഞത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ ആ പഠനത്തിൽ നിങ്ങൾക്കും പങ്കുചേരാം. ഇന്ത്യയുടെയും ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ളവർ, ഇപ്പോൾ ഇതിനകത്ത് ആന്ധ്രക്കാരുണ്ട്, ആന്ധ്രയിൽ നിന്നുള്ളവരുണ്ട്, ഡൽഹിയിൽ നിന്നുള്ളവരുണ്ട്, കേരളത്തിൽ നിന്നുള്ളവരുണ്ട്, ഗൾഫിൽ നിന്നുള്ളവരുണ്ട്. അപ്പം നിങ്ങളെ കൂടെ ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.